വയനാടിന് നീതി തരുമെന്ന ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു എംപിമാരുടെ പ്രതിഷേധം. വ്യോമസേന നടത്തിയ സേവനങ്ങൾക്ക് പണം ചോദിച്ച നടപടി ശരിയല്ലെന്ന് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ പകപോക്കൽ നടത്തരുതെന്നും വയനാട് എംപി പറഞ്ഞു. Here in Wayanad, the whole country has seen the devastation and the pain and the suffering of people. And yet, just because of politics, in both cases, the central government is refusing to do what is due to the victims. മരിച്ചവരുടെ DNA ടെസ്റ്റ് നടത്തിയതിന്റെ ചെലവ് പോലും കേന്ദ്രം വഹിക്കുന്നില്ലെന്നും കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. നാളിതുവരെ യാതൊരു തരത്തിലുള്ള സഹായവും ചെയ്യാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഈ ദുരന്തം നേരിടുന്ന കേരളത്തെ കുറ്റപ്പെടുത്താനും സാങ്കേതികമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിമർശിച്ച് ജോൺ ബ്രിട്ടാസ് എംപി. കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ചെലവും ഇവര് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പിടിച്ചു മേടിക്കുകയാണ്. അതായത് ഒരു കണക്കിന് ഇതിനെ ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വ്യോമസേനയ്ക്ക് ചെലവായ തുക കേരളം അടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ റവന്യൂ മന്ത്രി കെ രാജനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രംഗത്ത് വന്നു. അതേസമയം വ്യോമസേന നൽകിയ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നത് കാലങ്ങളായുള്ള നടപടിയെന്നും ഔദ്യോഗിക നടപടിക്രമം എന്നതിനപ്പുറം പ്രാധാന്യമില്ലെന്നും വി. മുരളീധരൻ പ്രതികരിച്ചു. വ്യോമസേന നൽകിയിട്ടുള്ള സഹായങ്ങൾ, ആ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. വ്യോമസേനയുടെ രക്ഷാ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാകുന്ന പണം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.